ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ ഹെഡ് റോളിങ്ങിനായിട്ട് നമ്മൾ വണ്ടി അയച്ചാണ്. അപ്പോൾ ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാതെ നമ്മൾ കിക്കർ പിടിക്കാത്ത കണ്ടീഷനിൽ ഒട്ടും കംപ്രഷൻ ചെയ്യാണ്ട് കിക്കർ വളരെ ഫ്രീ ആയിട്ട് പോയാൽ സെൽഫ് അടിച്ചാലും സ്റ്റാർട്ടാവില്ല, കിക്കർ അടിച്ചാലും സ്റ്റാർട്ടാവില്ല. അതാണ് അതിൻ്റെ ലക്ഷണം. അത് സാധാരണ നമ്മളത് അഴിച്ച് ചെയ്യേണ്ടി വരുന്നത് 30,000 കിലോമീറ്ററാണ് നമുക്ക് ഡീകാർബണൈസിംഗ് എന്ന് പറയുന്ന സർവീസ് വരാം. അതിൻ്റെ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഹെഡിൻ്റെ വാൽവിൻ്റെ ഭാഗത്തൊക്കെ കാർബൺ വന്ന് നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റ് വരും. ഈ വാൽവുമ്മ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ കരിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഈ വന്ന ജോയിൻ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ വാൽവ് വന്ന് അടയുന്ന ഭാഗമാണ് ഈ കാണുന്ന പോർഷൻ. അവിടേക്ക് ആ കാർബണിൻ്റെ ആ ഒരു ഇത് നല്ല RPM ശരിക്കും പറഞ്ഞാൽ ഹൈ സ്പീഡിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഗ്യാപ്പിലേക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അത് കൃത്യമായിട്ട് വാൽവ് അടയാത്തൊരു കണ്ടീഷൻ വരും. അതേപോലെ തന്നെ നമുക്ക് ആ വഴിക്ക് കംപ്രഷൻ ലീക്കായിട്ട് പോകും. അതായത് കംപ്രഷൻ ലീക്കേജ് വന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മൾ വെറുതെ കിക്കറിമേ നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാം. കാരണം കിക്കർ അടിക്കുമ്പോൾ ഒട്ടും ബലമില്ലാത്തൊരു കണ്ടീഷൻ വളരെ ഫ്രീ ആയിട്ട് താഴേക്ക് പോകാം. അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണം. അത് സാധാരണ രീതിയിൽ നമുക്ക് കിട്ടാൻ ചിലപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് പിന്നെ എടുക്കുന്ന നേരത്തേക്കായിരിക്കും ആ പ്രശ്നം കാണിക്കുക. ഇപ്പോൾ ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വണ്ടി അഴിച്ചേക്കണത്. തന്നെയല്ല നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ ലെവലിൽ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ടാവാം. കാരണം അത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സിലിണ്ടറിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ നമ്മൾ ആ റെഡ് മാർക്ക് ചെയ്തതിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം സിലിണ്ടറിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ വരപ്പെട്ടിട്ടുണ്ട്. ഒരു 3-4 വര നല്ല രീതിയിൽ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം വെച്ചാൽ അവിടെ ശരിക്കും നമുക്ക് സിലിണ്ടർ ആ പിസ്റ്റണിന് വന്ന റിങ്സ് കവറാവാത്തൊരു കണ്ടീഷൻ വരും. കാരണം എന്താ വെച്ചാൽ ആ ഗ്യാപ്പിൽ കൂടെ ഫേസിൽ അത് ഇപ്പോൾ ഫയറിങ് നടക്കുന്ന പോർഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗമാണ്. ആ ഭാഗത്തേക്ക് ഓയിൽ കയറി വരികയും മൈന്യൂട്ടായിട്ട് ഓയിൽ കത്തിപ്പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഓൾറെഡി വണ്ടിക്ക് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളത് നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും പ്രോപ്പറായിട്ട് കറക്റ്റ് ഓയിൽ ചേഞ്ച് അല്ല. അത് നമ്മൾ കൃത്യമായിട്ട് 3000 കിലോമീറ്ററിലാണ് ശരിക്കും ഓയിൽ മാറിപ്പോകേണ്ടത്. ഇതെനിക്ക് തോന്നുന്നു ഓയിൽ ചേഞ്ചൊക്കെ കറക്റ്റ് ടൈമിലല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത് എത്ര അഴുക്കാണ് അതിൻ്റെ ഉള്ളിൽ വരാം. സാധാരണ നമ്മളത് അഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ കളറൊന്നും ഉണ്ടാവില്ല. ശരിക്കും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാൽവ് ഇപ്പോൾ ഓൾറെഡി വാൽവ് കംപ്ലൈൻ്റ് ആണ്. കാരണം വെച്ചാൽ ഈ സൈഡൊക്കെ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡ് അടക്കം പോയിട്ടുണ്ട്, പ്ലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു വാൽവ് അടിക്കുന്ന ഒരു സൗണ്ടൊക്കെ ഫീൽ ചെയ്യണത്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ 2 വാൽവ് മാറ്റണം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വാൽവ് ഗൈഡ് മാറ്റിയിട്ട് വാൽവ് സീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ഭാഗം സിലിണ്ടറിനകത്ത് ചെയ്യാൻ പറ്റുക ഒന്നുപോലെ നമുക്ക് സിലിണ്ടർ മാറ്റിക്കളയാം. ഇത് ഇങ്ങനെ തന്നെ പിസ്റ്റൺ സിലിണ്ടർ കിറ്റേപ്പാടി മേടിച്ച് മാറ്റാം. നമുക്ക് ഏകദേശം ഒരു 3850 ആ റേഞ്ചൊക്കെയാണ് ശരിക്കും സിലിണ്ടർ കിറ്റിന് മാത്രം വരാം. അതിനകത്ത് ആ കൂടിയുള്ളത് സിലിണ്ടർ, പിസ്റ്റൺ, റിങ്സ്, ആ പിസ്റ്റണിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഗ്യാസ്കറ്റും ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ വന്ന വാൽവ് അതിനോടനുബന്ധിച്ച് തന്നെ ലെയ്ത്തിൽ വന്ന വർക്കുകൾ അതൊക്കെ അഡീഷണൽ വരാം. ലേബർ ചാർജ് അഡീഷണൽ വരാം. അതൊക്കെ സെപ്പറേറ്റ്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7,000 രൂപ 8,000 രൂപ അടക്കം നമുക്ക് ഈ സാധാരണ രീതിയിൽ സിലിണ്ടർ മാറ്റിയിട്ട് ഹെഡിൻ്റെ വർക്ക് ചെയ്ത് വരുമ്പോൾ സാധാരണ രീതിയിൽ വരാറുണ്ട്. അപ്പോൾ ഒന്നുപോലെ ആ രീതിയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സിലിണ്ടർ മാത്രം നമുക്ക് ബോർ ചെയ്തെടുക്കാം. ഹെഡിൻ്റെ വർക്ക് എന്തെങ്കിലും ചെയ്യണം, വാൽവ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അത് ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളതാണ്. ബോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാതിരിക്കണതാണ് നല്ലത്. റേറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് നമ്മൾ ആ ഒരു സജഷൻ പറഞ്ഞതിൻ്റെ കേസ്. ഓൾറെഡി അത് വാറണ്ടിയിലൊക്കെയാണ് ചെയ്തു തരുന്നത്. ഒരു 1 ഇയർ വാറണ്ടിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ പുതിയ കമ്പനി ഒരു ഐറ്റം പാർട്സ് മേടിച്ച് കയറ്റുന്ന ആ ഒരു ലൈഫ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഒരു വർഷത്തിനുള്ളിൽ കംപ്ലൈൻ്റ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും നമുക്കത് മാറ്റി റെഡിയാക്കി തരും. പക്ഷെ എന്നാൽ പോലും പിന്നീടാണ് വർഷം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുടക്കുന്ന പൈസ നമുക്ക് നഷ്ടത്തിലേക്ക് വരും. മാറ്റി പുതിയത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ താരതമ്യേന കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കുറവാണ്. അതാണ് ഈ 2 തമ്മിലുള്ള വ്യത്യാസം. ഇത് ഇവിടുത്തെ സ്ക്രാച്ചസ് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കേസുണ്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഈ ഭാഗങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ കാർബറേറ്റർ നമ്മൾ അഴിക്കേണ്ടതായിട്ട് വരും. കാർബറേറ്റർ വാക്യൂം പ്രശ്നം കാര്യങ്ങൾ എന്തെങ്കിലും തേമാന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യണം. മാറ്റേണ്ടതാണെങ്കിൽ മാറ്റിയിടണം. അത് ജസ്റ്റ് അഴിച്ചു നോക്കിയിട്ട് ഞാനിപ്പോൾ വാക്യൂം പ്രശ്നം വലിയ പ്രശ്നമൊന്നും കാണില്ല. നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ എയർ ഫിൽറ്ററും പ്ലഗൊക്കെ നമ്മൾ മാറ്റിയിടും ഇതുമായി ബന്ധപ്പെട്ട വർക്കിൽ. പിന്നെ അത് കൂടാതെ കൊണ്ട് ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കംപ്ലയിൻറ്റ് റെഡി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏകദേശം എത്ര വരും എന്നുള്ളത് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറയാം. ഏകദേശം നമുക്ക് സാധാരണ തുടങ്ങി 7,000 രൂപ തുടങ്ങി 8,000 രൂപയ്ക്കാണ് നോർമൽ വരാറ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അപ്പോൾ നോക്കിയിട്ട് എന്തായാലും ഒന്ന് റിപ്ലൈ ഇടാം. നമുക്കിപ്പോൾ ഇത് സിലിണ്ടർ ബോർ ചെയ്യുകയാണെങ്കിൽ പരമാവധി നമുക്കൊരു 2,000 രൂപയ്ക്കാണ് അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റുള്ളൂ.
അതായത് സിലിണ്ടർ കിറ്റ് മേടിക്കുന്നത് ബോർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1900 ആ റേഞ്ചിലൊക്കെ ബോർ ചെയ്ത് കിട്ടും. അത് മാത്രമാണ് നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറയാനുള്ളൂ. ബാക്കിയത്തെ ലേബർ ചാർജ് ആയാലും ബാക്കിയത്തെ വർക്കുകളായാലും ഗ്യാസ്കറ്റുകളായാലും അതെല്ലാം നമുക്ക് അഡീഷണൽ വന്ന കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നോക്കിയിട്ട് എന്തായാലും ഒന്ന് പറയാം, അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. എന്തായാലും ഈ ഹെഡിൻ്റെ വർക്ക് നമുക്ക് ലെയ്ത്തിൽ പോകണമെന്ന്, അപ്പോൾ അത് ഓൾറെഡി അയച്ചേക്കാം. ബാക്കിയത്തെ സിലിണ്ടറിൻ്റെ കേസൊക്കെ നോക്കിയിട്ട് വീഡിയോ ആദ്യം കാണാം, അതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അതിന് നമുക്ക് കൃത്യമായിട്ട് എൻജിൻ ലൈഫ് കിട്ടാനുള്ള ഒരു ഇത് കറക്റ്റ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. 3000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യാം. എയർ ഫിൽട്ടർ പ്ലഗ് 10000 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്യാം. കാർബറേറ്റർ പ്ലഗ്, എയർ ഫിൽറ്ററും പ്ലഗും മാറുന്ന കൂട്ടത്തിൽ കൂടെ കാർബറേറ്ററും കൂടി ക്ലീൻ ചെയ്തതാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. പിന്നെ വർഷത്തിലൊരിക്കൽ, അതായത് ഒരു 10000 കിലോമീറ്റർ നമുക്കിപ്പോൾ ഈ ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ ഓയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓയിൽ ഫിൽറ്ററും അതിൻ്റെ റോട്ടർ ഫിൽറ്ററും ക്ലീൻ ചെയ്യാന്നുള്ളതാണ് എഞ്ചിനുമായി ബന്ധപ്പെട്ട് എഞ്ചിൻ ലൈഫിനെ ഡയറക്റ്റ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് എന്ന് പറയാൻ. പിന്നെ ഇതിൻ്റെ ശരിക്കും ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും തോന്നുന്നില്ല. പക്ഷേ എന്നാൽ പോലും നമുക്കത് ഈ വന്നത് ക്രാങ്കിൻ്റെ കണക്റ്റിംഗ് റോഡാണ്. അതുമാണ് നമ്മൾ ഈ പിസ്റ്റൺ സെറ്റ് ചെയ്യുക. അതിനും നമ്മളിപ്പോൾ ചെയ്തെന്ന് നോക്കുന്ന സമയത്ത് ചെറിയൊരു പ്ലേ ഒക്കെ ഉണ്ട്. പക്ഷേ നോർമൽ സാധാരണ കാണിക്കുന്ന ഒരു പ്ലേ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മളത് വർക്ക് ചെയ്ത് നോക്കുമ്പോഴും പ്രത്യേകിച്ച് നമുക്കൊരു കംപ്ലൈൻറ്റിൻ്റെ ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല. അത് അഴിച്ചു നോക്കിയാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്കിപ്പോൾ അതിനുള്ള പ്രോബ്ലം ഒന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് അതിനകത്ത് ഉണ്ട്. ജസ്റ്റ് അത് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ ഇത്രയാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു എസ്റ്റിമേറ്റ് പറയാം. അതിന് ശേഷം നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ബാക്കിയത്തെ ജനറലായിട്ടുള്ള ബാക്കിയത്തെ വർക്കുകൾ വേറെ എന്തെങ്കിലും പാർട്സുകളുടെ ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യണമായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഈ വർക്കിന് നോക്കാം അതനുസരിച്ചിട്ട്. കാരണം അത് എപ്പോഴും നമുക്ക് എഞ്ചിൻ്റെ ഭാഗം നമ്മളെപ്പോഴും അഴിക്കേണ്ട വരുന്ന സംഭവമല്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് ക്ലിയർ ചെയ്ത് പോകാമെന്നുള്ളതാണ്. ബാക്കിയത്തെ വർക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അഡീഷണൽ പിന്നെയും ചെയ്താലും നമുക്ക് ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ പറഞ്ഞ പോലെ വാട്സാപ്പിലേക്കൊന്നും ഇടാം. അത് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.